Hello, നമ്മൾ ഇന്ന് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്ററി കൺസേണിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്? അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം, ഐറ്റംസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഏത് പീരീഡിലേക്കാണോ പെർട്ടൈൻ ചെയ്യുന്നത് ആ പീരീഡിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ചില കാര്യങ്ങളുണ്ട്, ചില ഇൻസ്റ്റൻസസ്, ചില ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഡ്യൂ ആയി കാണും അല്ലെങ്കിൽ ഏൺ ചെയ്ത് കാണും. പക്ഷേ അതിൻ്റെ ആക്ച്വൽ റെസീപ്റ്റും പേയ്മെൻറ്റും നടക്കുന്ന അടുത്ത ഫിനാൻഷ്യൽ ഇയറിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ വർഷം ഡ്യൂ ആയി അല്ലെങ്കിൽ ഏൺ ചെയ്തു, അപ്പോൾ നമ്മൾ ഈ വർഷം, അതായത് ഏത് പീരീഡിലാണോ അത് ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്യൂ ആവുന്നത് ആ പീരീഡിൽ തന്നെ, പീരീഡ് ഓഫ് അക്കൗണ്ടിങ്ങിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. പക്ഷേ ആക്ച്വൽ റെസീപ്റ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടക്കുന്ന പിന്നീടുള്ള ഫിനാൻഷ്യൽ ഇയറിലായിരിക്കാം. അതായത് നമ്മൾ അക്രൂവൽ ബേസിസിലാണ് അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു അക്രൂവൽ ബേസിൽ ഫോളോ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസസ് അക്രൂഡ് ആൻഡ് അക്രൂയിങ്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പല എക്സ്പെൻസുകളും ആവാം. ഇവിടെ റെൻ്റ് ആവാം, അല്ലെങ്കിൽ സാലറി ആവാം, ടാക്സസ് ആവാം, വേജസ് ആവാം അല്ലേ. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് അക്രൂഡ്. അപ്രോപ്രിയേറ്റ് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഏത് എക്സ്പെൻസ് ആണോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആ എക്സ്പെൻസ്, അതായത് സാലറി ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ആണ്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലെങ്കിൽ സാലറി അക്രൂഡ്, ഇതാണ് ജേണൽ എൻട്രി. ഇപ്പോൾ നമ്മളുടെ എക്സാമ്പിളിൽ റെൻറ്റ് പെയ്ഡ് ഈസ് 50,000, അതായത് റെൻറ്റ് പേ ചെയ്ത് 50,000 ആണ് ഒരു വർഷം. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ഈസ് 14,000, അതായത് ആക്ച്വൽ ഡ്യൂ ആയിട്ടുള്ള റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 പ്ലസ് 14,000 ആണ്. പക്ഷെ നമ്മൾ എത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ? 50,000. ശരിക്കും 64,000 ഡ്യൂ ആയി, പക്ഷെ 50,000 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ കൊടുത്തില്ല അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് അത് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ്? ഇവിടെ റെൻ്റാണ് അപ്രോപ്രിയേറ്റ് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, അല്ലെങ്കിൽ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്രൂഡ്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരിക? പി ആൻഡ് എല്ലിൽ നിങ്ങൾ പി ആൻഡ് എൽ എടുക്കുകയാണെങ്കിൽ പി ആൻഡ് എല്ലിൽ നമ്മൾ നോർമലി ചെയ്യുക എങ്ങനെയാണ്? ടു റെൻ്റ് അല്ലെ, എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ചെയ്യുക. ടു റെൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര റെൻറ്റ് പേ ചെയ്തോ അത് കാണിക്കും. ടു റെൻറ്റ് 50,000, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് അല്ലെങ്കിൽ റെൻറ്റ് അക്രൂഡ് 14,000. നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ടോട്ടൽ എടുത്ത് ഔട്ടർ കോളത്തിൽ കാണിക്കും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾക്ക് ട്രയൽ ബാലൻസിൻ്റെ പുറത്തായിരിക്കും തരിക. ഇന്നലെ ഞാൻ പറഞ്ഞു ട്രയൽ ബാലൻസിൻ്റെ പുറത്ത്, ഇന്നലെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞു, ട്രയൽ ബാലൻസിൻ്റെ പുറത്തായിരിക്കും തരിക. ട്രയൽ ബാലൻസിൻ്റെ പുറത്താണ് തരുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് അതിൻ്റെ എൻട്രി വരും അല്ലേ. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ട്രയൽ ബാലൻസിന് വെളിയിലായിരിക്കും തരിക. അപ്പോൾ നമ്മളത് ആദ്യം പി ആൻഡ് എൽ ചെയ്തു. രണ്ടാമത് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, അതായത് നമ്മളുടെ ബാധ്യതയാണ്, ലയബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റീസിൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ അടിയിൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും 14,000 റുപ്പീസ്. ഇപ്പോൾ രണ്ട് സ്ഥലത്ത് വന്നു, ഒന്ന് പി ആൻഡ് എല്ലും വന്നു, ഒന്ന് ബാലൻസ് ഷീറ്റിലും വന്നു. ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ എൻട്രി. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇവിടെ റെൻ്റാണ് നമ്മൾ എക്സാമ്പിൾ, ചിലപ്പോൾ സാലറി ആവാം, വേജസ് ആവാം, ഇൻട്രസ്റ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഏത് എക്സ്പെൻസ് ആണോ ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുക, ടു ഇൻട്രസ്റ്റ് അക്രൂഡ് അല്ലെങ്കിൽ എക്സ്പെൻസ് അക്രൂഡിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇൻകം അക്രൂഡ് ആൻഡ് അക്രൂയിങ്, അതായത് ഇൻകം ഏൺ ചെയ്തു പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല, ആക്ച്വൽ റെസിപ്റ്റ് നടന്നിട്ടില്ല. ഇപ്പോൾ ഈ റെൻറ്റിൻ്റെ കാര്യം തന്നെ എടുക്കുക, നമ്മൾ മോളിൽ പറഞ്ഞ റെൻറ്റിൻ്റെ കാര്യം. ഇത് പേ ചെയ്യുന്ന കമ്പനിയുടെ കാര്യത്തിലാണ് ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റ് ആയത്. ഇനി റിസീവ് ചെയ്യേണ്ട ആളാണെങ്കിലോ? അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ ആക്ച്വലി 64,000 കിട്ടേണ്ടതായിരുന്നു, പക്ഷേ 50,000 കിട്ടിയുള്ളൂ, 14,000 കിട്ടിയിട്ടില്ല, ഡ്യൂ ആണല്ലേ, കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു അപ്രോപ്രിയേറ്റ് ഇൻകം അക്കൗണ്ട്. നമ്മുടെ മുകളിലത്തെ എക്സാമ്പിൾ ആണെങ്കിൽ അക്രൂഡ് റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട്, അത് ഇൻകം മറ്റേ പാർട്ടിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ജേണൽ എൻട്രി ഒന്നുകൂടി പറയാം. അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു അപ്രോപ്രിയേറ്റ് ഇൻകം. ഏതാ ഇൻകം അക്രൂ ചെയ്യുന്ന അതിനാദ്യം ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യേണ്ട അപ്രോപ്രിയേറ്റ് ഇൻകം അക്കൗണ്ട്. സപ്പോസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് 1,50,000, ടോട്ടൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത് 1,50,000 ആണ്. അക്രൂഡ് ഇൻട്രസ്റ്റ് ഫോർ ദ സെയിം പീരീഡ് ഈസ് 45,000. ഏൺ ചെയ്തു പക്ഷേ 45,000 രൂപ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ എൻട്രി പാസ് ചെയ്യും.
ഇൻട്രസ്റ്റ് അക്രൂഡ് അല്ലെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ 45,000 ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് 45,000. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുമ്പോൾ ബൈ ഇൻട്രസ്റ്റ് നമുക്ക് 1,50,000 റവന്യൂ ആയിട്ട് കിട്ടി, അത് നമ്മൾ കാണിച്ചു. കൂടാതെ അക്രൂഡ് ഇൻട്രസ്റ്റ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യും 45,000. ഇപ്പോൾ ടോട്ടൽ ഔട്ടർ കോളത്തിൽ 1,95,000. ഇനി ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ നമ്മൾക്ക് കിട്ടാനുള്ളതാണ് അല്ലേ, ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാനുള്ളതെല്ലാം എന്താ, അസറ്റ് ആയിരിക്കും. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ കീഴിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ അസറ്റ് സൈഡിൽ കാണിക്കുക 45,000. ഇതും ട്രയൽ ബാലൻസിന് കീഴേ ആയിരിക്കും തരുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്ത് വരും, ഒന്ന് P&L വന്നു, കൂടാതെ ബാലൻസ് ഷീറ്റിൽ വന്നു. ഇനി ക്യാരിയിങ് ഫോർവേഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സപ്പോസ് നമ്മൾക്ക് റെൻറ്റ് കിട്ടാനുണ്ട്, ഒരു മാസത്തെ റെൻറ്റ് 1,000 രൂപ. ഇപ്പോൾ ജനുവരി 2017 മുതൽ ഡിസംബർ 2017 വരെ 1,000 രൂപ വെച്ച് ഓരോ മാസം വരുമ്പോൾ 12,000 രൂപ റെൻറ്റ് കിട്ടണം. പക്ഷേ റെൻറ്റ് തരുന്ന ആൾ അല്ലെങ്കിൽ വാടക, നമ്മൾ ആർക്കാണോ വാടകയ്ക്ക് കൊടുത്തത് അയാൾ 12,000 രൂപയുടെ കൂടെ അടുത്ത വർഷത്തെ ആദ്യത്തെ 3 മാസത്തെ, അതായത് അടുത്ത വർഷം ജാനുവരി 2018, ഫെബ്രുവരി 2018, മാർച്ച് 2018 ഈ 3 മാസത്തെയും കൂടി അഡ്വാൻസ് ആയിട്ട് വന്നു. അതായത് 12,000 പ്ലസ് പിന്നത്തെ വർഷത്തെ 3,000 രൂപ, അപ്പോൾ ടോട്ടൽ 15,000 രൂപ അഡ്വാൻസ് ആയിട്ട് വന്നു. പക്ഷേ അത് ആ വർഷം ഏൺ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് അടുത്ത വർഷമേ ഏൺ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഇൻകത്തിനാണ് പറയുന്നത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമുക്ക് മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് ഇൻകം കിട്ടി. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ഇൻകം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ റെൻ്റ് ആണല്ലേ, അപ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അല്ലെ ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ ക്രെഡിറ്റ് ചെയ്യും. അതായത് അപ്രോപ്രിയേറ്റ് ഇൻകം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ ക്രെഡിറ്റ് ചെയ്യും. അത് P&L എങ്ങനെ വരും? ഇവിടെ എക്സാമ്പിളിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ₹70,000. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 1,75,000. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 1,75,000. അതിൽ ഇൻ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തേക്കുന്ന 70,000. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ബൈ സബ്സ്ക്രിപ്ഷൻ 1,75,000 ടോട്ടൽ കിട്ടി അല്ലേ. അതിൽ നിന്ന് 70,000 രൂപ ഈ അക്കൗണ്ടിങ് പീരീഡിലാണോ? അല്ല, അടുത്ത അക്കൗണ്ടിങ് പീരീഡിൽ പെർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തേ കാണിക്കാൻ പാടുള്ളൂ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഏത് അക്കൗണ്ടിങ് പീരീഡിൽ കാര്യങ്ങളാണോ നമ്മൾ എടുക്കേണ്ടത് അത് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അതായത് സപ്പോസ് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ പെർട്ടൈൻ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ഇൻകംസും മാത്രമേ ആ ഫിനാൻഷ്യൽ പീരീഡിൽ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ ടോട്ടൽ 1,75,000 തന്നിട്ടുണ്ട്, പക്ഷേ അതിൽ 70,000 അഡ്വാൻസ് ആണ്. അത് ഈ വർഷം അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ പെർട്ടൈൻ ചെയ്യുന്നതല്ല, അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഉള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലെസ് ചെയ്യണം. അപ്പം P&L ബൈ സബ്സ്ക്രിപ്ഷൻ ടോട്ടൽ കിട്ടിയത് കാണിച്ചു 1,75,000. അതിൽ നിന്ന് അടുത്ത വർഷത്തെ, അതായത് അടുത്ത വർഷത്തെ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് നമ്മൾ ലെസ് ചെയ്യണം. ലെസ് അഡ്വാൻസ് റിസീവ്ഡ് 70,000. അപ്പോൾ ഔട്ടർ കോളം 1,05,000. കൂടാതെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരും? നമ്മൾക്ക് അടുത്ത വർഷത്തെ കിട്ടി, അത് നമ്മളെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസിൻ്റെ കീഴിൽ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ 70,000 എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഇത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിലോ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു അപ്രോപ്രിയേറ്റ് എക്സ്പെൻസ്. ഏത് എക്സ്പെൻസ് ആണോ പ്രീപേ ചെയ്ത് അതിനെ ഡെബിറ്റ് ചെയ്യുക, അപ്രോപ്രിയേറ്റ് എക്സ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇവിടെ നമ്മളുടെ എക്സാമ്പിളിൽ ഔട്ട് ഓഫ് ടോട്ടൽ റെൻറ്റ് ₹50,000 14,000 പെർട്ടൈൻസ് ടു നെക്സ്റ്റ് ഇയർ. അതായത് ടോട്ടൽ 50,000 റെൻ്റ് ഉണ്ട്, അതിൽ 14,000 രൂപ അടുത്ത വർഷത്തെയാണ്. അതായത് നമ്മൾക്ക് ആക്ച്വലി ഈ വർഷം എത്ര കൊടുക്കേണ്ടുള്ളൂ? 50,000 മൈനസ് 14,000 കൊടുക്കേണ്ടുള്ളൂ. 14,000 എന്ന് പറയുന്നത് അടുത്ത വർഷത്തെയാണ്, നമ്മൾ മുൻകൂട്ടി കൊടുത്തു അല്ല, അതിന് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ഇവിടെ പ്രീപെയ്ഡ് റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻ്റ് അക്കൗണ്ട്. അപ്പോൾ P&L വരുമ്പോൾ ടു റെൻ്റ് എത്ര നമ്മൾ കൊടുത്തത്? 50,000 കൊടുത്തു അല്ലേ. പക്ഷേ അതിൽ 14,000 എന്ന് പറയുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് പ്രീപെയ്ഡ് റെൻറ്റ് 40,000, ഔട്ടർ കോൾ എത്ര ആണെങ്കിൽ 36,000. ഇനി പ്രീപെയ്ഡ് റെൻ്റ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച അസറ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാനുള്ള ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താ? അതൊരു അസറ്റാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ആ പ്രീപെയ്ഡ് റെൻറ്റ് പോർഷൻ അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് പോർഷൻ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്സിൻ്റെ കീഴിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കാണിക്കണം. നമ്മുടെ എക്സാമ്പിളിൽ പ്രീപെയ്ഡ് റെൻ്റ് ആണ്. പ്രീപെയ്ഡ് റെൻ്റ് എത്രയുണ്ട്? 14,000 ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിച്ചു. ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പിന്നെ ഇൻകം ഡ്യൂ അല്ലെങ്കിൽ ഇൻകം അക്രൂഡ്, പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ ജേണൽ എൻട്രീസും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും. ഇനി പറയാൻ പോകുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ഡെറ്റ്സ്. എന്താണ് ബാഡ് ഡെറ്റ്സ്?
ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ക്രെഡിറ്റ് സെയിൽ നടത്തി. ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടിയിട്ടില്ല അല്ലെ, പിന്നീട് തരുള്ളൂ. ഒരു ക്രെഡിറ്റ് പീരീഡ് കൊടുത്തിട്ടുണ്ടാവും, ആ പീരീഡ് കഴിയുമ്പോഴേ ക്യാഷ് തരുള്ളൂ. സപ്പോസ് നമ്മൾ ആ ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന ആൾ എന്താ വിളിക്കുക, ഡെറ്റേഴ്സ് എന്നാണ് വിളിക്കുക അല്ലേ. സപ്പോസ് നമ്മൾ കുറേ നാൾ പറഞ്ഞു പൈസ തരാൻ പറഞ്ഞു, ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞു പൈസ തരാൻ പറഞ്ഞിട്ടും തരുന്നില്ല. കസ്റ്റമർ സ്ഥാപനത്തിന് തരാനുള്ള പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി തരാൻ പോകുന്നില്ല. അതെന്താണ് കമ്പനീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ഥാപനത്തിനെ സംബന്ധിച്ച് അതൊരു ലോസ് ആണ് അല്ലേ. ആ ലോസിന് പറയുന്ന പേരാണ് ബാഡ് ഡെറ്റ്സ്. അതായത് ഡെറ്റേഴ്സ് തരാനുള്ള എമൗണ്ട് തന്നിട്ടില്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് അതൊരു ലോസ് ആണ്. ആ ലോസിന് പറയുന്ന പേരാണ് ബാഡ് ഡെറ്റ്സ്. അതിൻ്റെ ടെക്നിക്കൽ നെയിമാണ് ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ റൈറ്റ് ഓഫ് ചെയ്യണം. ഇത് കമ്പനീനെ അല്ലെങ്കിൽ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ലോസ് ആണ്. ലോസ് എല്ലാം P&L റൈറ്റ് ഓഫ് ചെയ്യണം. കൂടാതെ അത്രയും ഡെറ്റേഴ്സ് ടോട്ടൽ ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ കുറച്ച് കാണിക്കണം. എന്ന് വെച്ചാൽ അത് തരില്ല, കിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ എത്രയുണ്ടോ അതിൽ നിന്ന് ആ ബാഡ് ഡെറ്റ് പോർഷൻ കൂടി കുറച്ച് കാണിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ബാഡ് ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതിൻ്റെ എൻട്രി, അതായത് കുറച്ച് കാണിക്കാൻ, ടോട്ടൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കാനുള്ള ജേണൽ എൻട്രി ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. അതായത് ബാഡ് ഡെറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യും. അതായത് ഡെറ്റേഴ്സിൽ നിന്ന് അത്രയും കുറച്ച് ഇനി കിട്ടുള്ളൂ. ഇനി ബാഡ് ഡെറ്റ് ലോസ് ആണ്, ലോസ് റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യാനുള്ള എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാഡ് ഡെറ്റ്. ഈ രണ്ട് എൻട്രിയും പാസ് ചെയ്യണം. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റർ, അത് ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കാൻ, പിന്നെ ആ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാഡ് ഡെറ്റ്. ചില കമ്പനികൾ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ ചിലപ്പോൾ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്രൊവിഷൻ എന്താണെന്ന് വഴിയെ പറഞ്ഞുതരാം. ബാഡ് ഡെറ്റ്സിന് വേണ്ടി ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്തതിന് പകരം ആ പ്രൊവിഷനിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന് പകരം എന്ത് വരും, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാഡ് ഡെറ്റ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാഡ് ഡെറ്റ്സ്. പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി ചിലപ്പോൾ നമ്മൾ ഓൾറെഡി റൈറ്റ് ഓഫ് ചെയ്ത ഡെറ്റേഴ്സ് കുറേ കാലം കഴിയുമ്പോൾ അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ മെച്ചപ്പെട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ സത്യസന്ധനാണെങ്കിൽ തിരിച്ചു വരും. തിരിച്ചു വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി റൈറ്റ് ഓഫ് ചെയ്താൽ അല്ലേ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് അക്കൗണ്ട്. അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി ചെയ്യുന്ന ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എങ്ങനെ കാണിക്കും, ബൈ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് എന്ന് പറഞ്ഞ് കാണിക്കുക. നമ്മുടെ റവന്യൂ ആണ് അല്ലെ, കിട്ടും എന്ന് വിചാരിച്ചാൽ പക്ഷേ കിട്ടി. അപ്പോൾ ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതാണ് ബാഡ് ഡെറ്റ്സ് റിക്കവേർഡിൻ്റെ എൻട്രി. ഇനി നമുക്ക് പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം ഒരു ഫ്യൂച്ചർ എക്സ്പെൻസോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ലോസോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും റിഡക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കറൻറ്റ് ഇയർ പ്രോഫിറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട്, നിശ്ചിത എമൗണ്ട് എത്രയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസ് അല്ലെങ്കിൽ എക്സ്പെൻസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ വാല്യൂ ഓഫ് അസറ്റ്, അത് കറൻറ്റ് ഇയർ പ്രോഫിറ്റ് ചെയ്യുന്ന മാറ്റി വെക്കണം, സെറ്റ് അസൈഡ് ചെയ്യണം. ആ സെറ്റ് അസൈഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൊവിഷൻ. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, ഡിപ്രീസിയേഷൻ്റെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പിന്നെ ഇൻകം ടാക്സ്, ഒരു ഫ്യൂച്ചർ എക്സ്പെൻസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം, അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അല്ലേ. ഇതാണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കസ്റ്റമർ നമ്മൾക്ക് ഒരു ഡെറ്റർ തരുമോ ഇല്ലയോ എന്ന് സംശയം, അതായത് നമ്മൾക്ക് ആ ഡെറ്റർ ക്യാഷ് തരണ്ട, അല്ലെങ്കിൽ ഗുഡ്സ് വിറ്റപ്പോൾ കിട്ടേണ്ട ക്യാഷ് നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ തരണം, അത് തരുമോ ഇല്ലയോ എന്ന് നമുക്ക് സംശയം. അപ്പോൾ ഡൗട്ടാണ് നമ്മൾക്ക് അത് തരുമോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഡെറ്റ്, അതായത് തരില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച്, അപ്പോൾ അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ്റെ പേരാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ, തരില്ല എന്ന് നമുക്ക് സംശയം മാത്രമേ ഉള്ളൂ, അതായത് കിട്ടില്ല എന്നല്ല, സംശയമുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും, പ്രോബബിൾ ലോസ് ആണല്ലേ, പിന്നീട് എപ്പോഴെങ്കിലും സംശയമുള്ള ചിലപ്പോൾ സത്യമാവാം, അത് ലോസ് ആവും, അപ്പോൾ നമ്മൾ അതിനും കൂടി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പോൾ P&L എങ്ങനെ വരും, ടു പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുക. നമ്മൾ നേരത്തെ നോക്കിയത് ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സൺഡ്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഇനി നമുക്കതൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ ഇത്തിരി കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓൺ 1st January 2017, 1st January 2017 ആണ്, ഓപ്പണിംഗ് ആണ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എക്സിസ്റ്റഡ് ₹40,000. ഓപ്പണിംഗ് പ്രൊവിഷൻ എത്രയുണ്ട്, ഓപ്പണിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 40,000 ഉണ്ട്. ട്രേഡ് റിസീവബിൾസ് ആസ് ഓൺ 31/12/2017, അതായത്
ക്ലോസിങ് ഡേറ്റിൽ എത്രയുണ്ട് ട്രേഡ് റിസീവബിൾസിന് പറയുന്ന വേറെ പേരാണ് ഡെറ്റേഴ്സ്. ₹15 lakh ഉണ്ട് അല്ലേ. ബാഡ് ഡെറ്റ് ആ വർഷം 1 lakh ഉണ്ട്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു റൈറ്റ് ഓഫ് ബാഡ് ഡെറ്റ്സ് ആൻഡ് ക്രിയേറ്റ് എ പ്രൊവിഷൻ ഈക്വൽ ടു 5% ഓഫ് ട്രേഡ് റിസീവബിൾസ് ബാലൻസസ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഓപ്പണിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 40,000 ഉണ്ട്. ആ വർഷത്തെ ടോട്ടൽ ഡെറ്റേഴ്സ് 15 lakh rupees ആണ്. ബാഡ് ഡെറ്റ്സ് ആണെങ്കിൽ 1 lakh ആണ്. അതായത് കിട്ടില്ല എന്ന് ഉറപ്പിച്ചത് 1 lakh ആണ്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ആ 1 lakh റൈറ്റ് ഓഫ് ചെയ്യണം. കൂടാതെ 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്തിൻ്റെ 5%? ട്രേഡ് റിസീവബിൾസ് അല്ലെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് ഉള്ളതിൻ്റെ 5%. ഇവിടെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബാഡ് ഡെറ്റ്സ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് പകരം ആദ്യം അതിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് പ്രൊവിഷൻ എത്രയുണ്ട്? 40,000. പക്ഷെ റൈറ്റ് ഓഫ് ചെയ്യാൻ 40,000 ഉണ്ട് ഓപ്പണിംഗ് പ്രൊവിഷൻ. റൈറ്റ് ഓഫ് ചെയ്യാൻ 1,00,000. റൈറ്റ് ഓഫ് മുഴുവൻ റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല അല്ലേ. 40,000 രൂപയുടെ ബാഡ് ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോർട്ട് പ്രൊവിഷൻ എത്രയാണ്? 60,000. അതായത് ഓപ്പണിംഗ് പ്രൊവിഷൻ 40,000, റൈറ്റ് ഓഫ് ചെയ്യേണ്ട ബാഡ് ഡെറ്റ് 1 lakh. ഇനി 60,000 കൂടി റൈറ്റ് ഓഫ് ചെയ്യാനുണ്ട് അല്ലേ. അത് നമ്മൾ അവിടെ എടുത്ത് വെച്ചു, ഷോർട്ട് പ്രൊവിഷൻ. ഇനി നമ്മളുടെ അടുത്ത് എത്ര പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 5% ഓഫ് ട്രേഡ് റിസീവബിൾസ് ബാലൻസ്. അതായത് ടോട്ടൽ ട്രേഡ് റിസീവബിൾ 15 ലക്ഷം ഉണ്ടായിരുന്നു. അതിൽ 1 ലക്ഷം തരില്ല എന്ന് പറഞ്ഞു അല്ല, കിട്ടില്ല, ബാഡ് ഡെറ്റ് ആണ്. അപ്പോൾ ബാക്കി എത്രയുണ്ട് ഇയർ എൻഡിൽ? ശരിക്കുമുള്ള ഗുഡ് ഡെറ്റ് 15 ലക്ഷം മൈനസ് 1 lakh, 14 lakh ഉള്ളൂ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 14 lakhൻ്റെ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70,000 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രൊവൈഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് സെറ്റ് അസൈഡ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് പ്രൊവിഷനായ 60,000 പ്ലസ് 70,000 ബാലൻസ് ട്രേഡ് റിസീവബിളിൻ്റെ 5%. അപ്പോൾ ടോട്ടൽ 1,30,000 ആണ് നമ്മൾ ആ വർഷം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് സെറ്റ് അസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എന്താ? ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അല്ലേ. അത് 1,30,000 ആണ്. ഇനി നമുക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ജനുവരി 1 ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ലയബിലിറ്റി ആണ്, ലയബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പം ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ഓപ്പണിംഗ് 40,000. ഇനി 1 ലക്ഷം രൂപ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം അല്ലേ. റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട് ആയിട്ട് ടു ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ December 31 റൈറ്റ് ഓഫ് ചെയ്യുന്നത് ടു ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് 1 lakh. ഇനി നമ്മൾക്ക് അവസാനം വേണ്ട എത്രയാ? ബാലൻസ് ട്രേഡ് റിസീവബിളിൻ്റെ 5%ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. പ്രൊവിഷൻ വേണ്ടത് അപ്പോൾ 14 ലക്ഷത്തിൻ്റെ 5%. അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാ? 70,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 70,000. ഇനി ഇതിൻ്റെ ബാലൻസിങ് ഫിഗറാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യേണ്ടത്. അതായത് കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് പ്രൊവിഷൻ സെറ്റ് അസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട് 1,30,000. അതിൻ്റെ ജേണൽ എൻട്രി എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അത് 1,30,000. ടോട്ടൽ 1,70,000 രണ്ടും. പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 70,000. ഇതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് എന്താ? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സിൻ്റെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് പോലെ തന്നെയാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്. അതായത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന ഡെറ്റേഴ്സ് അവർക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കുക, ഒരു ഇളവ് കൊടുക്കുകയാണ് അല്ലേ. സപ്പോസ് 1 ലക്ഷം രൂപ ഡെറ്റേഴ്സിൻ്റെ നിന്ന് കിട്ടാനുണ്ട്. കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന ഒരു ഡെറ്ററാണ്. നമ്മൾ പറയും 10,000 രൂപ കുറച്ച് തന്നാൽ മതി, 90,000 തന്നാൽ മതി. അപ്പോൾ 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാം അടുത്ത വർഷം എത്ര കൃത്യമായിട്ട് തരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഡിസ്കൗണ്ട് ഇത്ര രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. നമുക്കറിയാം പ്രോബബിൾ എക്സ്പെൻസ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് പറയുക? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് എന്ന് പറയുക. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് സെയിം ട്രീറ്റ്മെൻ്റ് ആണ്. എന്തിൻ്റെ? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ അതേ ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡെറ്റേഴ്സിൽ നിന്ന് ബാഡ് ഡെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആ വർഷം എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഡെറ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് വെച്ച് വേണം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ഡിസ്കൗണ്ട്. അതായത് സപ്പോസ് 1 ലക്ഷം രൂപയുടെ ഡെറ്റേഴ്സ് ഉണ്ട്, ബാഡ് ഡെറ്റ്സ് 10,000 ആണ്. അപ്പോൾ 1 ലക്ഷത്തിൽ നിന്ന് 10,000 കുറച്ചു 90,000. നമ്മൾ ആ വർഷം ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 10,000. അതിൽ അപ്പോൾ 90,000 നമുക്ക് ഡെറ്റേഴ്സ് കിട്ടി. അതിൽ നിന്ന് പ്രൊവിഷൻ കുറച്ച് കഴിയുമ്പോൾ 80,000. നമ്മൾ ആ 80,000ൻ്റെ പെർസെൻറ്റേജ് വേണം എന്ത് കാണാൻ? പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് കാണാൻ. നമുക്ക് ഈ എക്സാമ്പിളിൽ നിന്ന് നോക്കാം.
Trade receivables is rupees 5,20,000. മൊത്തം debtors എന്ന് പറയുന്നത് 5,20,000 ഉണ്ട്. അതിൽ provision for doubtful debt is 1,20,000. You are required to create 10% provision for discount on debtors. അപ്പോൾ നമ്മൾ 5,20,000 ആണ് debtors. അതിൻ്റെ 10% അല്ല കാണേണ്ടത്. എങ്ങനെയാണ് കാണേണ്ടത്? 5,20,000 ട്രേഡ് റിസീവബിൾ ഉണ്ട്. അതിൽ നിന്ന് കറണ്ട് ഇയർ പ്രൊവിഷൻ എത്രയാണ്? 1,20,000 ലെസ് ചെയ്യണം. അതായത് 5,20,000 മൈനസ് 1,20,000 എത്രയാണ്? 4 lakh. ഇനി ബാഡ് ഡെറ്റ്സ് എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അതും കൂടി കുറച്ചിട്ട് വേണം കാണാം. ഇവിടെ ബാഡ് ഡെറ്റ്സിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 5,20,000 മൈനസ് പ്രൊവിഷൻ 1,20,000 4 lakh. 4 lakhൻ്റെ 10% എത്രയാണ്? 40,000. അതാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്. അതെങ്ങനെയാണ്? P&L അക്കൗണ്ട് ജനറൽ എൻട്രി എന്ന് പറഞ്ഞാൽ P&L അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്. P&L അക്കൗണ്ടിൽ ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 4,00,000ൻ്റെ 10% 40,000. ഇത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കും? ടോട്ടൽ ഡെറ്റേഴ്സ് 5,20,000 വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രൊവിഷൻ ലെസ് ചെയ്യണം. ലെസ് പ്രൊവിഷൻ 1,20,000. അപ്പോൾ ബാലൻസ് ഡെറ്റേഴ്സ് കിട്ടും 4 lakh. അതിൻ്റെ 10% 40,000 നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് കൊടുത്തു അല്ലേ? അപ്പോൾ ലെസ് 40,000. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റേഴ്സ് എത്രയുണ്ട്? 3,60,000. ഇത്രേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ? ഇതാണ് പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, ബാഡ് ഡെറ്റ്സിൻ്റെയൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങളിന്ന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, പിന്നെ ബാഡ് ഡെറ്റ്സിൻ്റെ എൻട്രി, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് വരും. ഇനി ഇല്ലസ്ട്രേഷൻ ജനറൽ എൻട്രീസ് ഒക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. ഇല്ലസ്ട്രേഷൻസ് നിങ്ങൾ നോക്കുക. നാളെ അടുത്ത സെഷൻ ചെയ്യാം.